രാജ്യത്ത് പുറത്തിറക്കുന്ന എല്ലാ ഫോണിലും സഞ്ചാർ സാധ്യ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് കോൺഗ്രസ്. സ്നൂപ്പിംഗ് ആണ് നടക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. മൗലികാവകാശ ലംഘനത്തിനെതിരെ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. You said snooping app, so it is a snooping app. I mean, clearly, it's ridiculous. Now, where else do they want to... Citizens have their right to privacy. Even all of you must be having a right to privacy. It's not just snooping on the telephones. It's overall turning this country into a dictatorship in every form. You ask me every day why Parliament is not functioning. It's not functioning because they're refusing to talk about anything. ഇതിപ്പം നമ്മുടെ എല്ലാം ടെലിഫോണുകളിൽ സഞ്ചാർ സാത്തി റീഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏറ്റവും അപകടകരമായൊരു തീരുമാനം ഇന്നലെ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. ബേസിക്കലി സ്വകാര്യതയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാത്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത്. ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണ് കേൾക്കാനും കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കാനുള്ളതാണ്. ഇത് അടിയന്തരമായിട്ടും പിൻവലിച്ചേ മതിയാവും. ഇന്ത്യയിലെ സ്വകാര്യതയ്ക്കെതിരെ പൗരൻ്റെ സ്വകാര്യതയ്ക്കെതിരെയുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. സുനിൽ വിവരങ്ങളുമായി. ഇപ്പോൾ സഞ്ചാർ സാധി നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണോ കേന്ദ്ര സർക്കാർ പോകുന്നത്? ശക്തമായ പ്രതിഷേധവും പ്രതികരണവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കോൺഗ്രസിൽ നിന്നും വരുന്നു. സുനിൽ, സ്മൃതി, ഇന്നലെയാണ് ഈ വിവാദ ഉത്തരവ് കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയത്. തീർത്തും അസാധാരണമായ ഒരു നീക്കം എന്നാണ് പൊതുവെ ഈ ഒരു നടപടിയെ വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്ത് ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺ കമ്പനികൾക്കാണ് ഇപ്പോൾ കേന്ദ്ര ടെലികോം മന്ത്രാലയം ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് സഞ്ചാർ സാത്തി എന്ന ആപ്പ് ഈ ടെലിഫോണുകളിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അത് ഈ മൊബൈൽ ഫോൺ നിർമ്മിക്കുമ്പോൾ തന്നെ സ്മാർട്ട് ഫോൺ നിർമ്മിക്കുമ്പോൾ തന്നെ അതിന്റെ ഭാഗമാക്കി ഇറക്കണം എന്നതാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ആപ്പ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാനും സാധിക്കില്ല. ഏതായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെതായുള്ള ഒരു ആപ്പ് മൊബൈൽ ഫോണുകളിൽ രാജ്യത്ത് നിർബന്ധമാക്കുന്നത് തീർച്ചയായും ഒരു സ്നൂപ്പിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് എന്നാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. കാരണം ഇത് ഒരാളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു ആപ്പ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെങ്കിലും ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്, ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. ആ അർത്ഥത്തിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തും എന്നാണ് രാവിലെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സൈബർ രംഗത്ത് തുടരുന്ന തട്ടിപ്പുകൾ തടയുന്നതിനുമൊക്കെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണമായി വരുന്നത്. ഏതായാലും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാരിന്റെ ഈ ഉത്തരവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.